നല്ലൊരു ഫ്രൈഡ് ചിക്കൻ ഇതുപോലെ വീട്ടിലുണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ മുറിച്ചിട്ട് അതിനകത്തേക്ക് ഉപ്പ് വിനാഗിരി വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ചിക്കൻ എടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മഞ്ഞപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് തൈരും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി വീണ്ടും ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് മൈദപ്പൊടി, കുറച്ച് കോൺഫ്ലോർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഗരം മസാലയും പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഇട്ട് ഒരു ചെറിയൊരു ലൂസ് ബാറ്ററാക്കി മാറ്റാം. എന്നിട്ട് നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ അത് ഈ ബാറ്ററിനകത്തേക്ക് മുക്കി വെക്കാം. അത് കഴിഞ്ഞ് വേറൊരു പാത്രം എടുത്ത് കുറച്ച് മൈദപ്പൊടി, കുറച്ച് കോൺഫ്ലോർ പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ മുക്കി വെച്ചേക്കുന്ന ആ ചിക്കൻ ഉണ്ടല്ലോ അത് ഓരോന്നെടുത്തിട്ട് ഈ പൊടിയിലേക്ക് മുക്കിയിട്ട് ഒന്ന് കുടഞ്ഞെടുത്തിട്ട് നമ്മുടെ ചൂട് എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് റെസിപ്പി എന്നൊന്നും ഞാൻ പറയുന്നില്ല, അത്യാവശ്യം കുറച്ച് പാടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള പൊടികളെല്ലാം വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.